മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മെയിൻ റോഡ്, മുള്ളൂർക്കര. ഫോൺ 9955540953. ചെറുതുരുത്തി വള്ളത്തോൾ നഗറിൽ 3 പേർ ട്രെയിൻ തട്ടി മരിച്ചുവെന്ന വാർത്തകൾ പ്രചരിച്ചത് ആശങ്കകൾക്ക് ഇടയാക്കി. RPFും പോലീസും നാട്ടുകാരും മണിക്കൂറുകളോളം റെയിൽവേ ട്രാക്കിൽ പരിശോധന നടത്തിയെങ്കിലും ഒരാളെ മാത്രമേ കണ്ടെത്താനായുള്ളൂ. ലോക്കോ പൈലറ്റുമായി നടന്ന ആശയവിനിമയത്തിലെ വ്യക്തത കുറവാണ് തെറ്റായ വാർത്തകൾ പ്രചരിക്കുവാൻ ഇടയായതെന്ന് കണ്ടെത്തിയതോടെയാണ് ആശങ്കകൾക്ക് വിരാമമായത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് നാടിനെ ആശങ്കയിലാഴ്ത്തിയ വാർത്ത പ്രധാന സാറ്റലൈറ്റ് ചാനലുകൾ ഉൾപ്പെടെ പുറത്തുവിടുന്നത്. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് 1 കിലോമീറ്റർ അകലെ 15-ാം പാലത്തിന് സമീപം 3 പേരെ ട്രെയിൻ തട്ടിയെന്നുള്ള വാർത്തയായിരുന്നു പുറത്തുവന്നത്. 16-307 ആലപ്പി കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ലോക്കോ പൈലറ്റാണ് സന്ദേശം കൈമാറിയത്. 7:45ഓടെയാണ് വിവരം RPF തൃശൂർ സ്റ്റേഷനിൽ ലഭിക്കുന്നത്. 3 പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞ ഉടനെ പുറപ്പെട്ട RPF ടീം 30 മിനിറ്റ് കൊണ്ട് സംഭവം നടന്ന സ്ഥലത്തെത്തുകയായിരുന്നു. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് 1 കിലോമീറ്റർ അകലെ 15-ാം പാലത്തിന് സമീപം ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയെങ്കിലും മറ്റു 2 പേരെ കണ്ടെത്താനായില്ല. എന്നാൽ 3 പേരുണ്ട് എന്നുള്ള വാർത്ത സാറ്റലൈറ്റ് ചാനലുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതോടെ ബാക്കിയുള്ള 2 പേരെ കൂടി കണ്ടെത്തുവാൻ പോലീസും നാട്ടുകാരും RPFും പ്രദേശം മുഴുവൻ അരിച്ചുപെറുക്കി. ഞായറാഴ്ച രാത്രി 10:30 വരെ തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. യാത്രയിലായതിനാൽ ലോക്കോ പൈലറ്റുമായി ബന്ധപ്പെടുവാനും കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ലോക്കോ പൈലറ്റ് നൽകിയ സന്ദേശം തെറ്റായി പ്രചരിച്ചതാണെന്ന് മനസ്സിലാക്കിയത്. ഇതര സംസ്ഥാനത്തുള്ള ഹിന്ദി ഭാഷാക്കാരനായ ലോക്കോ പൈലറ്റ് നൽകിയ സന്ദേശം തെറ്റായി പ്രചരിക്കുകയായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിലും ട്രെയിൻ തട്ടിയുണ്ടായ അപകടത്തിൽ ഒരാൾ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതോടെയാണ് മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമമായത്. സംഭവത്തിൽ RPFും പോലീസും കേസെടുത്തിട്ടുണ്ട്. VCV ന്യൂസ് ചെറുതുരുത്തി.